അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 17 വർഷം മാത്രം പ്രായമുള്ള പൊന്നു പെങ്ങൾ തൻ്റെ അനുജനെ കൊന്നുകളഞ്ഞു. എന്തിനാണ്? എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നോ? എന്തെങ്കിലും വിദ്വേഷം ഉണ്ടായിരുന്നോ? ഒന്നുമല്ല. ചെറിയ ഒരു നിയന്ത്രണം തെറ്റിയെന്നത് മാത്രമേ ഉള്ളൂ. എന്നാ പെങ്ങളും കണ്ണീരിലാണ്. എൻ്റെ അനുജനെ ഞാൻ തന്നെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് പാറപ്പള്ളിയിൽ നിന്ന് അമ്മി അടുത്ത് കേട്ടത്. എത്ര ദുഃഖകരമായ വാർത്തയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇതിൻ്റെ കാരണക്കാരാരാണ്? ആ കുടുംബം കണ്ണീരിലായി, നാട്ടുകാർ മൊത്തം കണ്ണീരിലായ ഒരു സംഭവം. സ്വന്തം വീട്ടിൽ തൻ്റെ പൊന്നുമക്കൾ ചെയ്തു കൂട്ടിയത്. തൻ്റെ ഉമ്മ വന്ന് നോക്കുമ്പോൾ മകൻ മയ്യത്തായി കിടക്കുന്നുണ്ട്. ആരാണ് ചെയ്തത്? അതും തൻ്റെ പ്രിയപ്പെട്ട മോളാണ് ചെയ്തത്. എങ്ങനെ സഹിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ? ഈ മകൾ, ഈ പൊന്നു പെങ്ങൾ, ഇതെങ്ങനെ താങ്ങാൻ പറ്റും ഇവളെ കൊണ്ട്? ഇതെന്താ ഇവിടെ സംഭവിച്ചത്? ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് പെങ്ങൾ പോലും വിചാരിച്ചില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് അവസാനം വരെ കേൾക്കണം. കാരണം അവസാനം കേൾക്കുമ്പോൾ ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് ഉണർത്തുകയാണ്. ഈ ഒരു കാര്യം ഗൗരവമുള്ളതാണ്. ഇതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വീട്ടിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകും. കാരണം ഈ പെങ്ങളും നല്ലൊരു പെങ്ങളാണ്. ആ വീട്ടിലൊന്ന് കച്ചറ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ദ്രോഹിക്കുന്നതൊന്നും അല്ല. ഒരു നിമിഷത്തിൽ നിയന്ത്രണം തെറ്റി എന്നുള്ളതേ ഉള്ളൂ. ആ നിയന്ത്രണം തെറ്റിയപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? അതേപോലെ ചെറിയ മകനാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ആ മകൻ്റെയും നിയന്ത്രണം തെറ്റി ഉമ്മയും കൊന്നുകളഞ്ഞു. ചെറിയ മകനാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഉമ്മയില്ലാതെ ജീവിക്കാൻ പറ്റൂല മകനിക്ക്. എന്നാൽ തൻ്റെ കൈ കൊണ്ടേ ഉമ്മയെ ഇല്ലാതെയാക്കി. ഇനി ആ മകൻ ഇത് സഹിക്കോ? ആ മകനും ഒരു മാനസിക രോഗിയാവൂലേ? ഈ പെങ്ങളും ഒരു മാനസിക രോഗിയാവൂലേ? ഒരു ജീവനും നഷ്ടപ്പെട്ടു, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഇനി എല്ലാവരുടെ കുത്തുവാക്ക് കേട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തില്ലേ? ഇത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതെപ്പോൾ നമ്മുടെ വീട്ടിലും സംഭവിക്കാം. കാരണം ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലാതെ, വാപ്പയില്ലാതെ, തൻ്റെ ഭാര്യയില്ലാതെ, മക്കളില്ലാതെ, താൻ ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുമില്ലാതെ ഒരാൾ എങ്ങനെയെങ്കിലും ജീവിക്കാം. എന്നാൽ മൊബൈൽ എന്നുള്ളത് ഉപേക്ഷിച്ച് ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു അവസ്ഥയിലേക്കാണ് മനുഷ്യരെ മൊബൈൽ എത്തിച്ചിരിക്കുന്നത്. പിശാച് ആ മനുഷ്യന് എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ അകപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ മൊബൈൽ അവൻ്റെ കൂടപ്പിറപ്പിനേക്കാൾ, എല്ലാത്തിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായി എല്ലാവർക്കും, മക്കളെന്ന് പിടിച്ചത് പ്രായമുള്ളവർക്ക് വരെ എല്ലാവർക്കും മൊബൈലില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സുബഹിക്ക് എഴുന്നേറ്റ് ഉടനെ തപ്പുന്നത് എവിടെയാണ്? മൊബൈലെന്ന്. എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നോക്കുന്നത് മൊബൈൽ എടുത്തിട്ടുണ്ടോ എന്നാണ്. അത്രത്തോളം മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം ഇന്ന് മൊബൈലിലാണ്. നമ്മുടെ എല്ലാം മൊബൈലിലാണ് ഇന്ന്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മൊബൈലാണ്. മനുഷ്യന് മൊബൈലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുമ്പോൾ, ഈ പെങ്ങൾ എന്താ ചെയ്തത്? ഈ പെങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഈ പെങ്ങൾ, അതായത് 17 വർഷം മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. വീട്ടിലിരുന്ന് മൊബൈൽ എന്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവളുടെ മൊബൈലിലേക്ക് തൻ്റെ എല്ലാം അങ്ങ് മൊബൈലിലേക്ക് അങ്ങ് ലയിച്ചു പോയി. ലോകം മറന്ന് മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എന്തോ ഒരു കാര്യം ഇങ്ങനെ മൊബൈൽ അങ്ങ് അഡിക്റ്റായി മൊബൈലിൻ്റെ അകത്തോട് തൻ്റെ ശരീരം പോലും മറന്നിട്ട് ഇങ്ങനെ മൊബൈലിങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്തിലാണ് വീട്ടിലേക്ക് തൻ്റെ അനുജൻ വരുന്നത്. അനുജൻ വരുമ്പോൾ പെങ്ങളാണെങ്കിൽ ജ്യേഷ്ഠത്തിയാണെങ്കിൽ മൊബൈലിലൂടെയാണ്. സർവ്വസാധാരണമാണ് നമ്മുടെ വീട്ടിലേക്ക് നടക്കുന്നത് പോലെ നമ്മുടെ വീട്ടിൽ നടക്കുമല്ലോ. നമ്മുടെ മക്കളുള്ളവർക്കൊക്കെ അറിയാം. വീട്ടിൽ അനുജൻ്റെ കയ്യിൽ മൊബൈലെടുക്കും, ജ്യേഷ്ഠനെടുക്കും, ജ്യേഷ്ഠൻ്റെ കയ്യിൽ മൊബൈലിന് അനുജൻ പറ്റിയെടുക്കും. ഇങ്ങനെ അവർ പറ്റിയെടുത്ത് അടുത്ത റൂമിൽ പോയി കതകടച്ച് ആ റൂമിൽ പോയി മൊബൈൽ നോക്കും. അങ്ങനെ പലപ്പോഴും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നു. അതേപോലത്തെ ഒരു ചെറിയൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ഒരു സംഭവം അതെവിടേക്ക് എത്തിയറിയോ? ആ ഒരു ലഹരിയിൽ, ആ മൊബൈലിൻ്റെ ഒരു അവസ്ഥയിൽ കുടുങ്ങിയ, ആ മൊബൈലിൽ അങ്ങ് ലയിച്ചു പോയി പെങ്ങളെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ അനുജൻ വന്നൊരു മൊബൈൽ എടുക്കുന്നത്. ഇത് എന്തിന് പറയുന്നു? ഇത്തരത്തിലുള്ള ഈ സംഭവം ഉണ്ടാകാൻ കാരണം എന്ത് എന്ന് ഇതിൻ്റെ അവസാനം പറയും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മൊബൈലിനെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇതിൻ്റെ അവസാനം വളരെ പ്രധാനപ്പെട്ടത്, ഇത് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, ഉറപ്പാണ്. ചെറിയ മകനാണ് ഉമ്മയെ കൊന്നത്. ഉമ്മയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത മകൻ, ആ നിമിഷത്തിൽ ആ മകൻ അങ്ങനെ ചെയ്തു പോയി. ഇന്ന് ആ മകൻ ദുഃഖത്തിലാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. ഒരു 2, 3, 4, 5 ക്ലാസ്സിൽ പഠിക്കും, അത്രയേ ഉള്ളൂ. 5ാം ക്ലാസ് വരെ എത്തിയിട്ടുണ്ടാവില്ല. ആ കുട്ടിയെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ചെറിയ കുട്ടിയാണ്. അവന് മൊബൈൽ ഉമ്മയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ ഉമ്മയും മകൻ മാത്രമേ ഉള്ളൂ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഉമ്മ ചെയ്ത തെറ്റാണ് ഇവിടെ. ഈ അനുജനും ചെയ്ത ഒരു തെറ്റ് കൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. മനുഷ്യൻ്റെ നിയന്ത്രണമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനിപ്പോൾ ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ, അത്രയും ശൈത്താൻ്റെ ആ ഒരു വലയത്തിൽ കുടുങ്ങിയിരിക്കുക മനുഷ്യന്. കാരണം പൈശാചിൻ്റെ ഷർറെന്ന് പറഞ്ഞാൽ അത്രയാണ്. ഈ പൊന്നു പെങ്ങളിങ്ങനെ മൊബൈലെടുക്കുന്നു, ആ സമയത്ത് അനുജൻ വന്ന് അത് വലിച്ചൂരുന്നു. വലിച്ചൂരി എന്ന് പറയുമ്പോൾ എന്തോ ഒരു അത്യാവശ്യമായി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീഡിയോ അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ അതിനങ്ങ് മുഴുങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് പിടിച്ചവൻ പെട്ടെന്ന് യാദർച്ഛികമായി വലിച്ചെടുക്കുന്നത്. തമാശ രൂപേണ വലിച്ചെടുക്കുമല്ലോ അനുജന്മാർ വീട്ടിലുണ്ടെങ്കിൽ, അത്രത്തോളം. ഇതിവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവൾ അടുത്തുണ്ടായ ബെൽറ്റ് എടുത്ത് നേരെ അനുജൻ്റെ അടുത്തേക്ക് പോയി അനുജൻ്റെ കഴുത്തിന് നന്നായി മുറുക്കി കൊടുത്ത സമയത്ത് തന്നെ സുബ്ഹാനല്ലാഹ്, മകൻ, ആ അനുജൻ അങ്ങ് മരണപ്പെട്ട് വീണു. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മകൻ അങ്ങ് മരണപ്പെട്ടു. ഈ സന്ദർഭത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ മക്കളോട് പെരുമാറേണ്ടത് എങ്ങനെ എന്നറിഞ്ഞിരിക്കണം. ഇത് അപകടത്തിലേക്ക് എത്തും. ഇവിടെ ഈ മകൻ ചെറിയ 4, 5, 2, 3 പഠിക്കുന്ന മകൻ ഉമ്മയെ കൊന്നത് എങ്ങനെയാണ്? മകൻ മൊബൈൽ ഒത്തിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ പെട്ടെന്ന് വന്ന് മൊബൈൽ എടുക്കുന്നു, ചോറ് വയ്ക്കാൻ വേണ്ടി പറയുന്നു. ഇവനിക്കങ്ങ് ദേഷ്യം പിടിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പഠിക്കാൻ പറയുന്നു. അങ്ങനെ മകൻ പഠിക്കാൻ ഒരു പുസ്തകം കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ മകൻ കട്ടിലിരിക്കുന്നു, പുസ്തകം വായിക്കുന്നു. ഉമ്മ താഴെ ഇരിക്കുന്നു. ഉമ്മയെ ഓരക്കണ്ണിൽ ദേഷ്യത്തോടു കൂടി നോക്കുന്ന മകൻ, ആ മകനിക്ക് കുറച്ച് പ്രായം ഉണ്ടായതിന് ഉമ്മയിലേക്കൊന്ന് അടിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് പ്രതികരിക്കാനുള്ള ശേഷിയില്ല, ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബാറ്റ് കാണുന്നുണ്ട് കളിക്കുന്ന. അങ്ങനെ ഉമ്മ പാവം അങ്ങനെ പറഞ്ഞു. ഉമ്മ അവിടെ തായിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട്. നേരെ മകൻ പോയി ആ ബാറ്റ് പിടിച്ച് 2 കൈ കൊണ്ട് പിടിച്ച് ഉമ്മയുടെ തലക്കൊന്ന് വലിച്ചടിച്ചു. സുബ്ഹാനല്ലാഹ്, ഒറ്റ അടിക്ക് തന്നെ ഉമ്മ അങ്ങ് മരണപ്പെട്ടു. പിന്നെ അവൻ പോയി മൊബൈൽ എടുത്തു. ആ ഒരു നിമിഷത്തിൽ ആ മക്കളോട് പെരുമാറേണ്ടത് വളരെ 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 ശ്രദ്ധയോടു കൂടിയായിരിക്കണം. നമ്മുടെ ശ്രദ്ധ ആ സമയത്ത് തെറ്റിപ്പോയാൽ ഇത്തരത്തിലുള്ള അപകടം. ഞാൻ ഇങ്ങോട്ട് വരുന്നേക്കും, പക്ഷെ അവർ ബാക്കിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്താലോ?
നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ചെയ്തു പോയത്. ആ സമയത്ത് ദേഷ്യം നിയന്ത്രിക്കണം എന്നുള്ളത് നമുക്ക് പഠിച്ചത് ചിലപ്പോൾ അവിടെ പ്രായോഗികമായി വന്നോളണമെന്നുള്ള. കാരണം നമ്മുടെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് നാം അത് ശീലിപ്പിച്ചു കൊടുത്താൽ നല്ലതാണ്. ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നമ്മുടെ ഹബീബ് പഠിപ്പിച്ച കോലങ്ങൾ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കളത് പ്രാവർത്തികമായി ഒരു 21 ദിവസം ജീവിതത്തിൽ കൊണ്ടു വന്നാൽ ഇതിനൊക്കെ നിയന്ത്രണം ഉണ്ടാവും. എന്നാൽ ഇപ്പം അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു നിയന്ത്രിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ശ്രദ്ധയോടുകൂടി കേട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടത് ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടും. ആ സമയത്ത് ചെറുമക്കൾക്ക് തന്നെ മുത്താ ഹബീബ് പഠിപ്പിച്ച ഔദു പറയലും ഇരിക്കലും പിടിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ശീലിപ്പിച്ചെടുക്കേണ്ടതാണ്. അവർ പരസ്പരം തല്ലുകൂടുമ്പോൾ, ജ്യേഷ്ഠനനുജന്മാർ തല്ലുകൂടുമ്പോൾ പരസ്പരം ചൊല്ലിക്കൊടുത്ത് അവരെ കൊണ്ട് പ്രാവർത്തികമായി ചെയ്താൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖൊക്കെ കിട്ടും. ഈ സമയത്ത് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ മൊബൈൽ അഡിക്റ്റായി മൊബൈൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് മൊബൈൽ ഊരിയെടുത്താൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം വരുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി, അപ്പോൾ എടുക്കുന്ന തീരുമാനം, അപ്പോൾ പറയുന്ന വാക്ക്, അതിൻ്റെ ആയുസ് കുറച്ചേ ഉള്ളൂ. ഈ ദേഷ്യത്തിൻ്റെ ആയുസ് കുറച്ചേ ഉള്ളൂ. എന്നാൽ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അപകടത്തിലേക്ക് എത്തിക്കും. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇന്ന് വലിയ വലിയ ദുഃഖത്തിൽ ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ദേഷ്യം വരുമ്പോൾ അവരെടുത്ത തീരുമാനത്തിൽ ഇന്നും കണ്ണീരിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ദേഷ്യം വരുമ്പോൾ സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ അതുപോലെ കൊന്നവരൊക്കെ ഉണ്ട്. അവരിന്ന് ഖേദത്തിലാണ്, ദുഃഖത്തിലാണ്. എന്തേ? ആ സമയത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അവൽ ഖളബി, ദേഷ്യത്തിൻ്റെ ആദ്യം എന്നുള്ളത് ജുനൂനുൻ, ഒരു ഭ്രാന്താണ്, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ആ ഭ്രാന്ത് പിടിച്ച സമയത്ത് നാം എന്ത് ചെയ്യുന്നത്? നാം ഭ്രാന്തന്മാരായി മാറുകയാണ്. അപ്പോഴൊന്ന് സംസാരിക്കാൻ പോയാൽ, അപ്പോഴൊന്ന് തീർമാനമെടുക്കാൻ പോയാൽ ആഖിറുഹു നദാമ, അതിൻ്റെ അവസാനം വല്ലാത്തവർ ദുഃഖത്തിലായിരിക്കും. ഈ മക്കൾ മൊബൈലിലൂടെ ഇങ്ങനെ അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മമാർ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അനുജത്തിമാർ ആരാവട്ടെ ആ സമയത്ത് നേരെ പോയി അവരുടെ ശ്രദ്ധയെ മെല്ലെ മെല്ലെ മൊബൈലിൽ നിന്ന് തിരിക്കുക എന്നുള്ളതാണ്. മെല്ലെ മൊബൈലിൽ നിന്ന് തിരിച്ച് എന്നിട്ടായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെ കയ്യിൽ നിന്ന് ആ മൊബൈൽ എടുക്കേണ്ടത്. അതല്ലാതെ പെട്ടെന്ന് നാം ചെയ്താൽ പെട്ടെന്നുള്ള പ്രതികരണം ഒരു ഭാഗത്തുണ്ടാകും. ആ സമയത്ത് ജുനൂന് പിടിച്ച സമയമാണ്, ഭ്രാന്ത് പിടിച്ച സമയമാണ്. ഒരു ഭ്രാന്തൻ ചെയ്യുന്നത് അവൻ അറിയില്ലല്ലോ ഞാൻ എന്താ ചെയ്യുന്നത്. ഭ്രാന്തന് അറിയില്ലല്ലോ. ഭ്രാന്തൻ ചെയ്യുന്നത് അത് തിന്മയായി നാം പരിഗണിക്കാനും പറ്റൂല. കാരണം ആ ഭ്രാന്ത് പിടിച്ച സമയത്ത് അവൻ അങ്ങനെ ചെയ്തു പോകും. അതാണ് അവ്വലുൽ ഖളബി ജുനൂനുൻ, ആദ്യത്തെ ഘട്ടം അത് വല്ലാത്ത ഭ്രാന്ത് പിടിച്ച ഘട്ടമാണ്. ആ സമയത്ത് അവൻ എന്തും ചെയ്തു പോകും. ചില ആളുകളെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ത്വലാക്ക് വരെ ചൊല്ലി, ഉസ്താദ് എനിക്ക് അവൾ വേണം, ഇനി എന്ത് ചെയ്യാൻ പറ്റൂ, ഞാനങ്ങനെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്, അവളെൻ്റെ പൊന്നു ഭാര്യയാണ്, അവളെൻ്റെ പൊന്നു മോളാണ്, അവളെനിക്ക് വേണം, എന്ത് പറഞ്ഞൊരു കാര്യമില്ല. പിന്നെ അതോടുകൂടി തീർന്നു. കാരണം തമാശയല്ല ഈ ത്വലാക്കും നിക്കാഹ് എന്നെല്ലാം പറയുന്നത്. ആ സമയത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ഓത് പറയുക, ഇത് ശൈത്താൻ എന്നെ കളിപ്പിക്കുകയാണെന്നുള്ള ബോധം ഉണ്ടാവുക. ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക, നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, നിശബ്ദത പാലിക്കുക. അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ച് അതിനെ ഓർത്ത് മനസ്സിനെ നിയന്ത്രിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. അവരങ്ങനെ ചെയ്യൂല എന്ന് നമുക്ക് ഉറപ്പറിയാം. അവരങ്ങനെ ചെയ്യൂല, അവർ എത്രത്തുള്ള മക്കളല്ല, അല്ലെങ്കിൽ എത്രത്തുള്ള ചങ്ങായിമാരല്ല എന്നറിയാം. എന്നാൽ ആ സമയത്ത് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നു അറിയാമെന്ന് ആ സമയത്ത് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി നാം അവരുടെ ശ്രദ്ധയെ മെല്ലെ മെല്ലെ തിരിച്ച് എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ കാര്യങ്ങൾ എന്താണ്, അവർ മൊബൈൽ എടുക്കലാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ അത് സാധിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഒറ്റടിക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ അപകടത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എല്ലാവരിലേക്കും ഇത് എത്തേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങൾ, അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഉഖ്റവിങ്ങളാക്കട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയും കുടുംബങ്ങൾ അള്ളാഹു കാക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ആ കുടുംബം, ആ നാടിനെ തന്നെ അത് കണ്ണീരിലാക്കില്ലേ. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് പറയാനുണ്ട്. ആ ദേഷ്യം വരുമ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങളെ കൊണ്ട് അവർക്കുണ്ടായ ആ നദാമത്ത്, ആ ദുഃഖം ഇന്നും താങ്ങാൻ പറ്റാതെ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.